പ്രായമായാലും മുടി നരയ്ക്കത്തില്ല, 80-ലും മുടി നരയ്ക്കത്തില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും, വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കോഫി പൗഡറിൽ കംഫർട്ട് ഒഴിച്ച് നോക്കൂ, വളരെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഇനി നരച്ച മുടി കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനിൽ വെള്ള തുണികളും കളറുള്ള ഏത് തുണികൾ അലക്കുമ്പോൾ നമ്മൾ തുണി വെള്ളം പിടിച്ചിട്ട് തുണി അതിൻ്റെ തിട്ടതിന് ശേഷമല്ല സോപ്പ് പൊടിയോ സോപ്പ് ഓയിലോ ഇട്ട് കൊടുക്കാറുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ വെള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീൻ അലക്കുമ്പോൾ പലരും പറയും തുണിയൊന്നും വെളുക്കുന്നില്ല എന്നല്ലേ. പക്ഷെ നമ്മൾ സോപ്പ് പൊടി ആയാലും സോപ്പ് ഓയിലായാലും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തുണിയിലേക്ക് ഒഴിക്കുക, ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കാതെ ഇതുപോലെ. പിന്നെ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സോപ്പ് പൊടി നമ്മൾ വാഷിംഗ് മെഷീനിൽ പിടിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നോണാക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം, സോപ്പ് പൊടിയാണേലും. പക്ഷെ നിങ്ങൾ വെള്ള തുണികൾ അലക്കുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഒന്നെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റിയൊക്കെയുള്ള നല്ല സോപ്പ് ഓയിൽ മേടിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് വേണം അതിലേക്ക് തുണി ഇട്ടിട്ട് നിങ്ങൾ അലക്കിയെടുക്കുക. അപ്പോൾ നല്ലപോലെ അതിൽ പിടിച്ചിരിക്കുന്ന ചെളിയും കറയും എല്ലാം പോയി കിട്ടി നല്ല അടിപൊളിയായിട്ട് തുണി ഇവിടെ വെളുത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ള തുണികളെല്ലാം അതിലേക്ക് മുക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് 5 മിനിറ്റ് അതൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ നല്ലപോലെ ഒന്ന് അലക്കിയെടുക്കാനായിട്ട്. ഫസ്റ്റ് അലക്കി തന്നെ നിങ്ങൾക്ക് ഈ വെള്ളമുണ്ടിൻ്റെ ഒക്കെ ചെടി നല്ലപോലെ പോകുന്നതാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അതുപോലെ കളറുള്ള തുണികളാണെങ്കിലും ഒന്ന് കളറോട് ഒട്ടിപ്പിടിക്കത്തുമില്ല. നല്ല റിസൾട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. എത്ര കിലോ മീൻ വേണമെങ്കിലും നമുക്ക് നിഷ്പ്രയാസം വെട്ടിയെടുക്കും. അതായത് നമ്മുടെ നെത്തലി മീൻ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് പല രീതിയിലും മീൻ വെട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. ഇത് സിമ്പിളാണ്. നമ്മൾ പലർക്കും ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഒരുപാട് മീൻ കിട്ടും, നെത്തലി മീൻ കിട്ടുമ്പോൾ ചെറിയ മീനാണെങ്കിലും എങ്ങനെ വെട്ടിയെടുക്കുന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ കൈ മാത്രം മതി കേട്ടോ. അതിൻ്റെ തലയിലേക്ക് ഒന്ന് പിടിക്കുക, ജസ്റ്റ് ഇങ്ങനെ കൊളുത്തി വലിച്ചെടുക്കുക, ഇത്രയുള്ള. അപ്പോൾ അതിൻ്റെ അകത്തെ അടുപ്പും എല്ലാം പോകുന്നതാണ്. പിന്നെ കത്തിയൊന്നും ഉപയോഗിക്കാനായിട്ട് പാടാണ്. കുട്ടികളെ കൊണ്ടൊക്കെ നമുക്കിത് ചെയ്യിക്കാൻ, അതായത് മീൻ വെട്ടാൻ അറിയാത്ത ഇപ്പോൾ പെൺകുട്ടികൾക്കൊന്നും മീൻ വെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കത്തി കൊടുക്കാതെ തന്നെ ഇതുപോലൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മുടെ ഒരു കുപ്പിയുടെ അടപ്പുണ്ടെങ്കിൽ ധാരാളം നമുക്ക് അതിൻ്റെ മീനിൻ്റെ തലയും കളഞ്ഞെടുക്കാം, അതുപോലെ വാലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കളഞ്ഞെടുക്കുന്നത്. അതുപോലെ കുപ്പിയുടെ ഒരു അടപ്പ് മാത്രം മതി കേട്ടോ. സിമ്പിളായിട്ട് മീൻ വെട്ടിയെടുക്കാം. എന്തോരം മീൻ വേണേലും വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ മീനൊക്കെ മേടിച്ച് ചെതുമ്പിലുള്ള ചെറിയ മീൻ മേടിക്കുവാണെങ്കിൽ ഒരു കുപ്പിക്കകത്ത് കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിളിക്കാൻ മതി, മീനെല്ലാം ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടായിരിക്കും. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കത്തിയോ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് എല്ലാ മീനും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു ടിപ്പാണിത് കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ. ഈ മഴക്കാലത്ത് നമ്മുടെ വീടിൻ്റെ കതകിൻ്റെ വ്യാപിരിയൊക്കെ കഥ അടയ്ക്കാനും പറക്കാനും ഒക്കെ പാടായിരിക്കും. നമ്മൾ പല ടിപ്പുകൾ ചെയ്ത് മെഴുകുതിരിയൊക്കെ ഒഴിക്കുന്നൊക്കെ ടിപ്പ് ഇത് യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ കതക് വ്യാപിരിക്കൊക്കെ നല്ലൊരു മിനുസം വരാനും അതുമാത്രമല്ല പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാതിരിക്കാനും പെട്ടെന്ന് കഥ അടയ്ക്കാനും പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് കുറച്ച് ഹാർപ്പിക്ക് ബൗളിലെടുക്കുക, അതിലേക്ക് ഒരു പഞ്ഞിയോ കൊട്ടൻ തുണിയോ എടുക്കുക. എന്നിട്ട് അതുകൊണ്ട് നമുക്കത് ഈ കഥ അടയ്ക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്യാപിരിയിലേക്ക് തേച്ച് കൊടുക്കുക. അടിപൊളി ഒരു ടിപ്പാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പം കംഫർട്ട് തുണിമുക്കാൻ മാത്രമല്ല ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ തന്നെ കഥക് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അടഞ്ഞു വരുന്ന വ്യാപിരിയിലെല്ലാം ഞാനിങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ ഒരു ചെന്തി ഒന്ന് അടച്ച് കാണിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ കഥ കടയുന്നുണ്ട് കേട്ടോ. ഈ തട്ടി നിൽക്കുകയായിരുന്നു കഥ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കഥ കടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി. ഈ മഴക്കാലത്തും നല്ലപോലെ ഈ കഥകൾ ഇങ്ങോട്ട് ഇറുകിയിട്ട് പിന്നെ
അടയ്ക്കാനും എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുപോലെ വേനൽക്കാലത്ത് കതകെല്ലാം ഇതായി കഴിയുമ്പോഴത്തേക്ക്, അതായത് ആ ഒരു മുറുക്കമെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രയാസമായിട്ട് നമുക്ക് പറയും. പിന്നെ ആശാരിമാരെയൊക്കെ വിളിച്ച് വേണം നമ്മളിത് ശരിയാക്കാൻ. അപ്പോൾ നമ്മുടെ ഇതിൽ വ്യാപാരിയിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കംഫർട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഈ കംഫർട്ട് നമ്മുടെ വീട്ടിൽ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കാപ്പിപ്പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത് ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ കൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ ബൗളിൻ്റെ ഒരു അടപ്പെടുക്കുക. അത് നല്ല നിറച്ച് ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാത്റൂമിൽ കുട്ടികളൊക്കെ സ്ഥിരം കയറി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ സ്മെല്ലൊന്നും വെളിയിലേക്ക് വരാതിരിക്കാനും ബാത്റൂമിൽ നല്ല സുഗന്ധപൂരിതമാക്കാനും നമ്മുടെ റൂമിൻ്റെ അകത്തും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പ്രത്യേകം നമ്മൾ മീൻ, ചിക്കൻ, ഇറച്ചി ഇതൊക്കെ പൊരിക്കുകയും ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ കിച്ചണിലെല്ലാം തങ്ങി നിൽക്കും. പക്ഷേ നിങ്ങളത് മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കിച്ചണിൻ്റെ സ്ലാബിൻ്റെ അവിടെ മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് ആ വീടിൻ്റെ വശത്തോട്ട് പോലും വരത്തില്ല. ഭയങ്കര നല്ലൊരു സുഗന്ധമായിട്ട് കിടക്കും. മീനിൻ്റെ ഒരു സ്മെല്ലേ നമ്മുടെ വീടിനുള്ളിൽ കാണത്തില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇക്കാലത്തുണ്ടാകുന്ന അകാല നരച്ച മുടീനെ കറുപ്പിക്കാൻ നമ്മൾ ഒരുപാട് കെമിക്കലൊക്കെ അടിച്ച് പണി മേടിക്കുന്നവരായിരിക്കും അല്ലേ. പക്ഷേ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇത് കേട്ടോ. പിന്നെ നരച്ച മുടീനെ ഓർത്ത് ആരും വിഷമിക്കേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. പെട്ടെന്നുള്ള കെമിക്കൽ അടിക്കുന്ന റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. പതുക്കെ നമ്മുടെ നരച്ച മുടി കിളുത്ത് വരും. നല്ലപോലെ കിളുക്കുകയും അതുപോലെ തന്നെ നരച്ച മുടി മാറുകയും ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗളിലേക്ക് 1 സ്പൂൺ തേയില എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഞാൻ നല്ല തിളപ്പിച്ച് കുറുക്കി എടുത്തിരിക്കുന്നത്. ഒരുപാട് നമുക്ക് വേണ്ട, നല്ല കടുപ്പമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പ് ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് അതേ അളവിൽ 1/2 ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ ഞാൻ നമ്മുടെ അലോവേര ജെല്ല്. ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലാണേലും മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേയില വെള്ളം ഉണ്ടല്ലോ, അത് തണുത്ത് കഴിഞ്ഞിട്ട് അതോടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുടിക്ക് ഏറ്റവും വളരെ നല്ലതാണ് കോഫി പൗഡർ, അതുപോലെ തേയില വെള്ളം, അലോവേര ജെല്ല്. ഇത് മാത്രം മതി. ഹെന്നയോ നീലമിരിയോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ നരച്ച മുടിയെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കൂട്ട്, ഈ ഒരു മിക്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ മുടിക്ക് നല്ലൊരു മിനുസമായിട്ട് കിടക്കാൻ, നല്ല തിളക്കമായിട്ട് കിടക്കാൻ, മുടി വളർന്നു വരുന്ന മുടി പോലും നല്ല രീതിയിൽ തന്നെ കറുത്തിട്ട് തന്നെ വളർന്നു വരാനും സഹായിക്കുന്നതാണ്. ഇതൊരു 15 മിനിറ്റ് നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ എണ്ണമയില്ലാത്ത മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ കഴുകിക്കളയുക. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുക അന്നപ്പോൾ നിങ്ങൾ ചെയ്യുക. പിന്നെ കുളിക്കുന്ന സമയത്ത് ഒന്ന് കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് തലമുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇത് കഴുകിക്കളയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മകളുടെ മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അവളുടെ മുടിക്ക് ചെറിയ നരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് അവിടെ കൊണ്ടുപോയിട്ട് ചെയ്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ ഒരു പ്രയാസം ഒരു കാര്യങ്ങളോ ഉണ്ടാകാത്തതിൻ്റെ മുടിക്ക് വളരെ നല്ലതാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. കോഫി പൗഡറിൻ്റെയും അതുപോലെ നമ്മുടെ തേയിലയുടെ ഒക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ എൻ്റെ മകളുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി വളരാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിയുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ നരയാണ്, അത് ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അത് മാത്രമേ കളറൊക്കെ മുടിയിലൊക്കെ അടിക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാനും കാരണമാകുന്നതാണ്. അതുപോലെ ഈ പൈപ്പ് വെള്ളത്തിലൊക്കെ കുളിക്കുന്ന കുട്ടികളുടെ എല്ലാം മുടി പെട്ടെന്ന് നരയ്ക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉള്ള കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല മഴയാണ്. എല്ലാവരും നല്ലപോലെ സേഫ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.